നമുക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ പറ്റും. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സും 20 കിലോ ഹെർട്സ് ആണ്. ആ 20 ഹെർട്സിന് താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്കും 20 കിലോ ഹെർട്സിന് മുകളിലാണെങ്കിൽ അൾട്രാസോണിക് എന്ന് പറയും. നമ്മൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആനകൾക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസോണിക് സൗണ്ട് അദ്ദേഹം ഉൽപ്പാദിപ്പിക്കാനും അതേപോലെ കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട്. ആനകൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഇൻഫ്രാസോണിക് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ വെയിൽ, നീലത്തിമീങ്കലം ഇല്ലേ, ആ നീലത്തിമീങ്കലത്തിന് ഇതേപോലെ തന്നെ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാൻ പറ്റും, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. അപ്പോൾ കരയിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആനയും അതേപോലെ തന്നെ വെള്ളത്തിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള നീലത്തിമീങ്കലത്തിനും ബ്ലൂ വെയിലിനൊക്കെ ഇതേപോലെ ഇൻഫ്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാനും അതേപോലെ തന്നെ കേൾക്കാനും കഴിയുന്നു. അതുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇനി അതേപോലെ തന്നെ വൈകുന്നേരം സമയം കഴിഞ്ഞാൽ ബാറ്റ്, വവ്വാലുകൾ അല്ലേ, ഈ വവ്വാലുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വവ്വാലുകൾക്ക് ഇര പിടിക്കാനും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഈ കമ്മ്യൂണിക്കേഷനും അതേപോലെ വഴി കാണാനൊക്കെ സാധാരണ വവ്വാലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ടാണ്. അപ്പോൾ വവ്വാലുകൾ അൾട്രാസോണിക് സൗണ്ട്. അതേപോലെ ചിലതരം നായകൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഗാൾട്ടൻ വിസിൽ അൾട്രാസോണിക് സൗണ്ടാണ്. അപ്പോൾ നായകൾക്കൊക്കെ ഈ ആ ഗാൾട്ട് വിസിൽ ഊതിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്നത് അത് അൾട്രാസോണിക് സൗണ്ടാണ്. അപ്പോൾ നായകൾക്ക് അൾട്രാസോണിക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോൾഫിൻ, ഡോൾഫിൻ, ആ ഡോൾഫിൻ ഇതേപോലെ എന്ത് ചെയ്യുന്നു, അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ കഴിയുന്നുണ്ട്, കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം മക്കളെ കുറഞ്ഞ സമയം കൊണ്ട് ഇതേപോലെ രസകരമായ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളിയായല്ലോ. സെറ്റ്.